ഒരു നല്ല നടി കൂടി യാത്രയായി. സിനിമ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 200-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മീന ഗണേഷ്. നാടക നടനും ചലച്ചിത്ര താരവുമായ ഗണേഷാണ് ഭർത്താവ്. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു അവർ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ മീന ഗണേഷ് ചെയ്ത വേഷങ്ങൾ അവിസ്മരണീയമാണ്. 25-ലധികം ടെലിവിഷൻ പരമ്പരകളിലും നിരവധി നാടകങ്ങളിലും മീന വേഷമിട്ടു. തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവന്റെ മകളാണ് മീന. കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെ സ്കൂൾ പഠനകാലത്ത് നാടകരംഗത്തെത്തി. 1971-ലാണ് പ്രശസ്ത നാടകരചയിതാവും സംവിധായകനും നടനുമായ AN ഗണേഷിനെ വിവാഹം ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 15 വർഷമായി. മൂപ്പര് പോയതിൽ പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. ഇതാണ് ഒരിക്കൽ മീന ഗണേഷ് പറഞ്ഞത്. പിന്നീട് ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞു, ജീവിച്ച് മതിയായി. രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരരുത് എന്നാണ്. കാരണം ജീവിതം മടുത്തു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നതും വലുതായതുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 39 വർഷം ഞാനും ഭർത്താവും സന്തോഷമായി ജീവിച്ചു. 2 മക്കളുമുണ്ടായി. അവരെ നല്ല അന്തസ്സായി വളർത്തി. മകളും മരുമകനും എന്നെ നോക്കും. പക്ഷേ ഈ വീട് വിട്ടു പോകാൻ, ഭർത്താവിൻ്റെ ഓർമ്മകൾ തഴുകി ഉണരുന്ന വീട് വിട്ടു പോകാൻ എനിക്ക് കഴിയുന്നില്ലെന്നും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ലെന്നും മീന ഗണേഷ് പറഞ്ഞിരുന്നു. നാടകം ചെയ്യുന്ന സമയത്താണ് മീന ഗണേഷുമായി പ്രണയത്തിലായത്. 6 വർഷം പ്രണയിച്ചാണ് ഇരുവരും വിവാഹം കഴിച്ചത്. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം. പ്രണയത്തിന് എതിർപ്പ് വന്നെങ്കിലും ഗണേഷിനെ കല്യാണം ചെയ്യാൻ മീന തയ്യാറായി. പിന്നീടാണ് മീന ഗണേഷ് ആയത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി മീന. അമ്മയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടമായിരുന്നു ഏക വരുമാനം അവസാന കാലത്ത് രോഗ അവസ്ഥകൾ കാരണം കുറെ കാലം സിനിമയിൽ നിന്നും അഭിനയ രംഗത്ത് നിന്നും ഒക്കെ അവർ മാറി. കലാഭവൻ മണിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവർ. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ രോഗാവസ്ഥയിൽ തനിക്ക് സഹായഹസ്തം നൽകുമായിരുന്നുവെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കലാഭവൻ മണിയുടെ മരണം തനിക്ക് തീരാത്ത നഷ്ടമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കരുമാടിക്കുട്ടനിലും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ കലാഭവൻ മണിയുമായി അഭിനയിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി ശ്രദ്ധേയമായി. അമ്മ എന്നാണ് കലാഭവൻ മണി മീന ഗണേഷിനെ വിളിച്ചിരുന്നത്. മണി മരിച്ചപ്പോൾ കാണാൻ പോകാത്തത് അവർക്ക് വലിയൊരു ദുഃഖമായി. അന്നവർ ഹോസ്പിറ്റലിലായിരുന്നു, രോഗാതുരയായി. എന്തായാലും മീന ഗണേഷ് വിട പറഞ്ഞു. ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത നടിയാണ് മീന. ഒരുപാട് നല്ല വേഷം. 1976-ൽ പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയതെങ്കിലും 1991-ലെ മുഖചിത്രം എന്ന സിനിമയിലൂടെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീടാണ് സിനിമയിൽ സജീവമായത്. ഒരുപാട് നാടകങ്ങളിൽ അവർ അഭിനയിച്ചു. പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഭർത്താവും അവരും ചേർന്ന് ഷൊർണൂരിൽ ഒരു നാടക സമിതി നടത്തിയിരുന്നു. KPAC, സൂര്യസോമ, ചങ്ങനാശ്ശേരി ഗീത, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, അങ്കമാലി പൗർണമി, തൃശൂർ ഹിറ്റ്സ്, കൊല്ലം ട്യൂണ, ചാലക്കുടി സാരഥി, തൃശൂർ യമുന, അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി പ്രശസ്ത നാടക കമ്പനികളുടെ നാടകങ്ങളിൽ മീന സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത്. ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന് വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഖ് എന്ന നാടകത്തിൽ മീന ഗണേഷ് ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. ഒടുവിൽ അഭിനയ രംഗത്ത് നിന്ന് അവർക്ക് കിട്ടിയത് തിരസ്കാരവും വേദനയും മാത്രം. അമ്മയുടെ കൈനീട്ടമാണ് അവസാനത്തെ ആശ്രയം. വേദന നിറഞ്ഞ ലോകത്ത് നിന്ന്, അവഗണന നിറഞ്ഞ ലോകത്ത് നിന്ന്, അപമാനം നിറഞ്ഞ സിനിമാ ലോകത്ത് നിന്ന് മീന ഗണേഷ് വിട പറഞ്ഞു.